ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, എനിക്കിപ്പോഴും അച്ഛനോട് സ്നേഹവും ബഹുമാനവും ഒക്കെയാ. കാരണം എന്നെ ഇന്നത്തെ അവന്തികയാക്കിയത് അച്ഛനാ. അതിനുള്ള നന്ദിയായിട്ടാണ് ഇവനെ ഇങ്ങനെ തിരിച്ചു തരുന്നതെന്ന് കരുതിയാ മതി. എന്റെ അച്ഛനെ നിങ്ങൾ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു പാവം പെണ്ണായിട്ട് നിങ്ങളുടെ കൂടെ ജീവിച്ചേനെ. ആ ഡോക്യുമെന്റ്സ് എല്ലാം നീ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയതല്ലേ? അത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചതിൽ ഒരു തെറ്റുമില്ല. എന്നിട്ട് എന്തു പറ്റി? എടാ, നീ ഇവളും മനസ്സിൽ കാണുമ്പോഴേ ഞാനത് മാനത്ത് കാണും. നീ ഇത് മോഷ്ടിക്കാൻ വരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്റെ ആളായിട്ടാണല്ലോ നീ നെല്ലിശ്ശേരിയിലേക്ക് വന്നത്. നീ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം. പിടിച്ച കളനെ തിരിച്ചുകൊണ്ടൊന്നും ഇട്ടില്ലേ? ഇനി നിനക്ക് ഇവിടുന്ന് പോവാം. ഹാ, ഷോ, നീ എന്താ മിണ്ടാത്തെന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. ദേ, നീയും ഇവനും കൂടി ചേർന്ന് കാണിക്കുന്ന കൺകെട്ട് വിദ്യ ഉണ്ടെന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നന്ദേട്ടാ, നിങ്ങളാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇവളെ ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്കിടയിൽ. മതി നിന്റെ സംസാരം. സ്വത്തും പണവും പോയതൊന്നും ഞാനിപ്പോ പ്രശ്നമാക്കുന്നില്ല. അതിനേക്കാൾ വലിയ കാര്യം നന്ദന്റെ ജീവിതത്തിൽ നിന്നും നീ പോയത് തന്നെയാ. എന്നെ ചതിച്ച് നീ നേടിയതൊന്നും നിന്റെ കയ്യിൽ നിലനിൽക്കില്ല. നന്ദ, ധനുഷിനെ കെട്ടഴിച്ചോട്. അപ്പോ ശരി, രാത്രിയിൽ യാത്ര പറയുന്നില്ല. പോയിട്ട് വരട്ടെ അച്ഛാ. നിക്കടി. അങ്ങനെ അങ്ങ് പോയാലോ? നീ പറഞ്ഞതൊക്കെ സത്യം. ആ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ തന്നെയാ ധനുഷ് അങ്ങോട്ട് വന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതുമാണ്. നിർഭാഗ്യവശാൽ അവൻ നിന്റെ കയ്യിൽ പെട്ടു. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല. അതിനുള്ള വഴി ഞങ്ങൾ വേറെ കണ്ടിട്ടുണ്ട്. ആ ഡോക്യുമെന്റ്സ് നീ തന്നെ കോടതി കൊണ്ടുവന്ന് തരും. അത് നിന്റെ സ്വപ്നം മാത്ര. അഡ്വക്കേറ്റ് നരസിംഹയെ കോടതിയിൽ നിന്റെ ചതിയും കള്ളത്തരവും എല്ലാം പൊളിച്ചടുക്കും. ഇപ്പൊ അഡ്വക്കേറ്റിന് അതൊരു വാശിയും കൂടിയാ. നീ അദ്ദേഹത്തെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ചെന്ന കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്ന് നാണം കിട്ടി ഇറങ്ങി പോരേണ്ടി വന്നില്ലേ നിനക്ക്? ഒരു കാര്യം നീ ഓർത്തോ, ഈ നിൽക്കുന്ന അച്ഛൻ നിന്റെ അച്ഛനെ ചതിച്ചിട്ടില്ലാന്ന് നീ തിരിച്ചറിയുന്നൊരു ദിവസം വരും.